ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനായി എത്തുന്ന അടുത്ത തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടൊരുങ്ങുന്ന സിനിമയാണല്ലോ പ്രതിച്ഛായ. ഇന്നലെ സിനിമയുടെ വനിതാ ദിനത്തിലുള്ള സ്പെഷ്യൽ പോസ്റ്റർ, സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പോസ്റ്റർ റിലീസായിരുന്നു. സിനിമ സെൻസർ ചെയ്ത് കഴിഞ്ഞുവെന്നും യു സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയ്ക്ക് 2 മണിക്കൂർ 42 മിനിറ്റാണ് ഡ്യൂറേഷൻ എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. രാഷ്ട്രീയ സിനിമയായിട്ട് വരാനിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഏപ്രിൽ 2 തന്നെ വാഴയുടെ 2ാം ഭാഗം വാഴ 2 എത്തുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ പോസ്റ്റർ റിലീസായിട്ടുണ്ട്. തമിഴിലെ യൂത്ത് എന്ന സിനിമ മാർച്ച് 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. മികച്ച അഭിപ്രായങ്ങൾ ട്രെയിലർ നേടിയെടുക്കുന്നുണ്ട്. ആട് 3ക്ക് പിന്നാലെ ജയസൂര്യയുടെ അടുത്ത വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ കത്തനാറും തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇന്നേ ദിവസം വന്നിരിക്കുന്നത്. ഗോകുല മൂവീസ് നിർമ്മിക്കുന്ന കത്തനാർ എന്ന സിനിമ മെയ് 27 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ റിലീസ് തീയതി അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. ബോളിവുഡിന്റെ സ്പൈ യൂണിവേഴ്സിൽ നിന്ന് വരാനിരിക്കുന്ന YRFന്റെ സിനിമയാണല്ലോ ആൽഫ. സിനിമയുടെ പുതുക്കിയ റിലീസ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ നിന്നും സിനിമയുടെ റിലീസ് നീട്ടിയിരിക്കുകയാണ്. ആലിയ ഭട്ട് നായികാവേഷത്തെ അവതരിപ്പിക്കുന്ന സിനിമ ജൂലൈ 10 ആയിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം. അടുത്തത് സമന്ത നായികാവേഷത്തെ അവതരിപ്പിക്കുന്ന മാ ND ബംഗാരം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ റിലീസ് തീയതി അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുന്നു. മെയ് 15 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. മോളിവുഡിന്റെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ദുൽഖറിന്റെ അയാം ഗെയിം. 140 ദിവസത്തെ ഷൂട്ടിംഗ് പിന്നിട്ട സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള സ്റ്റിൽസ് വന്നിരിക്കുന്നു. ചെന്നൈ ഷെഡ്യൂളിന് ശേഷം ഹൈദരാബാദ് ഷെഡ്യൂളോടെ ഈ മാർച്ച് മാസം അവസാനത്തോടെ അയാം ഗെയിമിന്റെ മൊത്തം ഷൂട്ടിംഗ് പൂർത്തീകരിക്കുന്നതാണ്. 150-160 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് അയാം ഗെയിം എന്ന സിനിമയ്ക്ക് ആകെ പ്രതീക്ഷിക്കുന്നത്. മോളിവുഡിന്റെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണല്ലോ പൃഥ്വിരാജിന്റെ ഖലീഫ. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോഴത്തെ 25 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാളയാറിലടക്കം പൃഥ്വിരാജ് സിനിമയുടെ ഷൂട്ട് നടന്നു എന്നാണ് റിപ്പോർട്ട്സ്. ഇപ്പോൾ പൃഥ്വിരാജ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട്. പല സ്റ്റിൽസ് എല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.